A+2 സ്വാഗതം. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഭൂമി തരം മാറ്റുന്നതിനായി ഇപ്പോൾ അപേക്ഷ കൊടുത്തിട്ടുള്ളവരും ഇനി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുമെല്ലാം കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. ഇതിൽ കോടതി നൽകിയിട്ടുള്ള ചില വിധികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വിധിയുടെ സാരാംശങ്ങൾ മാത്രമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അത് തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും. പല ആളുകളുടെയും സംശയങ്ങൾ ദൂരീകരിക്കാനും ഈ കോടതി വിധികൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് പൂർണ്ണമായും ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്യും. പൂർണ്ണമായും കാണുക എന്നുള്ളതാണ് ആദ്യത്തെ അപേക്ഷ. സ്കിപ്പ് ചെയ്യരുത്. പലരും വീഡിയോ പൂർണ്ണമായും കാണാതെ അപൂർണമായി കണ്ടതിനു ശേഷം കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങളുമായി വരുന്നുണ്ട്. എപ്പിസോഡ് പൂർണ്ണമായും കണ്ടാൽ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാൻ നോക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പല പുതിയ ആളുകളും ഈ ചാനലിലേക്ക് വരുന്നുണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒരു അപേക്ഷയും, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിലെ എപ്പിസോഡുകൾ പൂർണ്ണമായി കാണുകയും വേണം. മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ സംശയം ചോദിക്കാൻ. അല്ലാത്തവർ ഈ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏറെ പ്രയോജനമുള്ള ഒരു ചാനലാണ് എന്നുള്ളത് മറന്നു പോകരുത്. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്താൽ സന്തോഷം, ലൈക്ക് ചെയ്യാൻ അതിനേക്കാളും സന്തോഷം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കോടതി വിധികൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, പല ആളുകളുടെയും സംശയ ദൂരീകരണത്തിന് വേണ്ടിയാണ് പറയുന്നത്. ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി നമ്മൾ അപേക്ഷ നൽകുമ്പോൾ നിലവിലുള്ള കെട്ടിടത്തിന് ഫീസ് ഈടാക്കേണ്ടതില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഭൂമി തരം മാറ്റം നടത്തുന്നതിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നമുക്കറിയാം അതിന് വേണ്ടി ഫീസ് അടയ്ക്കണം. ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അത് മറ്റ് എപ്പിസോഡിൽ പറഞ്ഞതുകൊണ്ട് വിവരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ഫീസ് നിശ്ചയിക്കൽ നടത്തേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആ പ്ലോട്ടിൽ ഒരു വീടുണ്ടെങ്കിൽ ആ വീട് അല്ലെങ്കിൽ കെട്ടിടമുണ്ടെങ്കിൽ ആ കെട്ടിടം അതിന് ഫീസ് ഈടാക്കേണ്ടതില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കോടതി വിധിയാണ് KLU പ്രകാരം 31/12/2017 മുമ്പ് അപേക്ഷ നൽകി ഉത്തരവ് കിട്ടിയ ഭൂമിക്ക് വീണ്ടും ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണത്തിൻ്റെ 27A പ്രകാരമുള്ള അപേക്ഷ നൽകണമെന്നില്ല എന്നുള്ളത്. ഇനി മറ്റൊരു ഉത്തരവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് 25/2/2021 ശേഷം തീർപ്പാക്കുന്ന 25 സെൻറ്റ് വരെയുള്ള എല്ലാ ഭൂമി തരം മാറ്റ അപേക്ഷകൾക്കും ഫീസാനുകൂല്യം നൽകണം എന്നുള്ളതാണ്. മറ്റൊരു ഉത്തരവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് അപേക്ഷ കൊടുത്ത സമയത്തെ ഭൂമിയുടെ ഫെയർ വാല്യൂ അടിസ്ഥാനമാക്കി വേണം ഭൂമി കൈമാറ്റത്തിനുള്ള ഫീസ് നിശ്ചയിക്കേണ്ടത് എന്നുള്ളതാണ്. ന്യായവില എന്ന് പറഞ്ഞാൽ ഫെയർ വാല്യൂ. ആ ഭൂമിയുടെ ഫെയർ വാല്യൂ ഫിക്സ് ചെയ്യുന്നത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് എത്രയാണോ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് ആ ഫെയർ വാല്യൂ മാത്രം മതി എന്നുള്ളതാണ്. പലപ്പോഴും ഫെയർ വാല്യൂവിൽ മാറ്റം വരാറുണ്ട്. ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഫെയർ വാല്യൂവിന് മാറ്റം വരുത്തി സർക്കാർ വിജ്ഞാപനം ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഈ ഭൂമി തരം മാറ്റത്തിന് വേണ്ടിയുള്ള അപേക്ഷകളെ ബാധിക്കാൻ പാടില്ല. കാരണം അപേക്ഷ കൊടുക്കുന്ന സമയത്ത് എന്താണോ ആ ഭൂമിയുടെ ന്യായവില അഥവാ ഫെയർ വാല്യൂ അത് മാത്രം കളക്ട് ചെയ്താൽ മതി എന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വരും മുമ്പ്
KLU ഉത്തരവ് കിട്ടിയാലും ഡേറ്റാ ബാങ്കിൽ നിന്ന് ഭൂമി ഒഴിവാക്കിയാൽ മാത്രമേ റവന്യൂ രേഖകളിൽ ഇനം മാറ്റം സാധ്യമാകൂ എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം ഡേറ്റാ ബാങ്കിൽ നിന്നും ഭൂമി ഒഴിവാക്കി കിട്ടുന്നതിന് അപേക്ഷ കൊടുക്കണം. അങ്ങനെ ഒഴിവാക്കി കിട്ടിയതിന് ശേഷമാണ് റവന്യൂ രേഖകളിൽ മാറ്റം വരുത്താൻ ഉള്ളത്. KLU ഉത്തരവ് കിട്ടി എന്ന ഒറ്റ കാരണത്താൽ ഈ പ്രോസസ്സിൽ നിന്നും മാറ്റം ഉണ്ടാകുന്നില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്, നോട്ടിഫൈ ചെയ്യപ്പെടാത്ത, വിജ്ഞാപനം ചെയ്യപ്പെടാത്ത അഥവാ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമി അവിടെ നിന്നും ഭൂമി തരം മാറ്റപ്പെടാവുന്നതിന് വേണ്ടി ഉപയോഗിച്ചതായ വാഹനങ്ങൾ ഒരു കാരണവശാലും പിടിച്ചെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയുടെ തരം മാറ്റത്തിനു വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തി വാഹനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, തരം മാറ്റുന്നതിന് വേണ്ടി മണ്ണെത്തിക്കുന്നതിന് വേണ്ടിയുള്ള വാഹനം, അത് ഒരു കാരണവശാലും പിടിച്ചെടുക്കരുത് എന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. മറ്റൊന്നിൽ RDO തരം മാറ്റം അനുവദിച്ച ഭൂമി റവന്യൂ രേഖകളിൽ ഇനം മാറ്റം നടത്തുന്ന ഭൂമി 13(3) നിഷ്കർഷിച്ചിട്ടുള്ള പ്രകാരം പുരയിടം എന്നു തന്നെ രേഖപ്പെടുത്തണം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി അത് ആവർത്തിക്കാം. RDO തരം മാറ്റ ഉത്തരവ് നൽകിയിട്ടുള്ള ഭൂമി റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തുമ്പോൾ അവിടെ പുരയിടം എന്ന് തന്നെ രേഖപ്പെടുത്തണം. ചില സ്ഥലങ്ങളിൽ ഇതിന് വിപരീതമായി നിലം ആയ ഭൂമി തരം മാറ്റി പുരയിടം എന്നെല്ലാം എഴുതി ചേർത്ത് ഇതിനെ ഒരു തലത്തിൽ കൺഫ്യൂഷനാക്കുന്നത് കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. പകരം ഇങ്ങനെ തരം മാറ്റിയിട്ടുണ്ടെങ്കിൽ നിലം അല്ലെങ്കിൽ കൃഷിയിടം അല്ലെങ്കിൽ വയൽ പുരയിടം എന്നാക്കി തന്നെ തരം മാറ്റത്തിന് ശേഷം റവന്യൂ രേഖകളിൽ കാണിക്കണം എന്നുള്ളതാണ്. മറ്റൊരു ഉത്തരവിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 27A വകുപ്പ് നിലവിൽ വരും മുമ്പ് വ്യത്യസ്ത തീയതികളിൽ വ്യത്യസ്ത ആധാരങ്ങളിലായി വാങ്ങിയ 50 സെൻറ്റിൽ താഴെയുള്ള ഭൂമി മൊത്തത്തിൽ 50 സെൻറ്റിന് മുകളിൽ ആണെങ്കിലും തരം മാറ്റുന്നതിന് ഫോം 7 പ്രകാരമുള്ള ഒരു നിബന്ധനയും ബാധകമാക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു കോടതി ഉത്തരവിൽ ഭൂമി തരം മാറ്റി കെട്ടിടം വെക്കുമ്പോൾ 3000 ചതുരശ്ര അടിയിൽ കൂടുതൽ വരുന്ന ഭാഗത്തിന് ഫീസ് നൽകണമെന്ന നിബന്ധന പ്രഥമ ദൃഷ്ട്യാ നിയമവിരുദ്ധമാണ്. ആയതിനാൽ അത് നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ഉത്തരവ്, നിങ്ങൾ പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരവാണ്. 25/2/2021 ശേഷം തീർപ്പാക്കുന്ന 25 സെൻറ്റ് വരെയുള്ള എല്ലാ ഭൂമി തരം മാറ്റൽ അപേക്ഷകൾക്കും ഫീസ് ആനുകൂല്യം നൽകണം എന്നുള്ളതാണത്. ഇനി ഉള്ള മറ്റൊരു ഉത്തരവ്, ബണ്ട് ശക്തിപ്പെടുത്തുന്നതിനും ചെളി മാറ്റുന്നതിനും ഭൂമി തരം മാറ്റമായി കണക്കാക്കി നടപടി സ്വീകരിക്കരുത് എന്നുള്ളതാണ്. ഒരു വ്യക്തി അയാളുടെ ഭൂമിയിൽ ബണ്ട് ശക്തിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ചെളി മാറ്റുന്നു, ഇതെല്ലാം തന്നെ ഭൂമി തരം മാറ്റലായി
വ്യാഖ്യാനിച്ച് അവർക്കെതിരെ നടപടി എടുക്കരുത് എന്നുള്ളതാണ്. ഇനിയുള്ള മറ്റൊരു ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ജലസംരക്ഷണത്തിന് മാറ്റി വെച്ചിട്ടുള്ള ഭാഗത്തിന് ഭൂമി തരം മാറ്റത്തിനുള്ള ഫീസ് ഈടാക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംശയം പലയിടത്തും വരികയും പലയിടത്തും അത് തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ ഈ ഹൈക്കോടതി ഉത്തരവിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഭൂമി തരം മാറ്റം അപേക്ഷ അനുവദിച്ചതിന് ശേഷം മാത്രം ജലസംരക്ഷണ നടപടികൾ സ്വീകരിച്ചാൽ മതി എന്നും കോടതിയുടെ ഒരു ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. താഴ്ന്ന ഭൂമി ആണെന്നോ വെള്ളക്കെട്ടുണ്ടെന്നോ ഉള്ള കാരണത്താൽ മാത്രം ഒരു ഭൂമിയെ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തരുത് എന്ന് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയാം, താഴ്ന്ന ഭൂമിയാണെന്നോ വെള്ളക്കെട്ടുണ്ടെന്നോ എന്ന കാരണത്താൽ ഭൂമി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളതാണ് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇനി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കോടതി ഉത്തരവ് കൂടി പറയാം, ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 27 നിലവിൽ വരുന്നതിനു മുമ്പ് ഭൂമി തരം മാറ്റിയുള്ള അനുവാദം ഇല്ലെങ്കിലും പെർമിറ്റ് കിട്ടി കെട്ടിടം നിർമ്മിച്ചവർക്ക് 27 പ്രകാരമുള്ള അനുമതി ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി പറയുന്ന മറ്റൊരു കാര്യങ്ങളിൽ ഒന്ന് കോടതിയുടെ പ്രധാന ഉത്തരവുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ 13-ാം വകുപ്പ് പ്രകാരമുള്ള അപേക്ഷ തീർപ്പാക്കിയാലും ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാനുള്ള അപേക്ഷയിൽ തീരുമാനം എടുക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ തീരുമാനം മാത്രമല്ല, ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ അപേക്ഷയിന്മേലും തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. ഇത്രയുമാണ് പ്രധാനമായും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കോടതി ഉത്തരവുകൾ. ഹൈക്കോടതി ഉത്തരവുകളാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ. ഇത് സംബന്ധിച്ച് പുതിയ ഉത്തരവുകൾ പലതും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് മറ്റൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നതാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾക്ക് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ എല്ലാം തന്നെ ദൂരീകരിക്കുന്ന പല എപ്പിസോഡുകളും മുമ്പ് ചെയ്തിരുന്നു. ഇനിയും അത്തരം എപ്പിസോഡുകൾ നിങ്ങൾക്ക് തുടർന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.